ലാൽകുമാർ, അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ സർക്കാർ നടത്തുന്ന ചില പ്രഖ്യാപനങ്ങൾ മാത്രമാണോ ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ളത്? ഇപ്പോൾ ബി റജി പറയുന്നത് പ്രകാരം രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം ആകെത്തുകയിൽ എല്ലാം പ്രശ്നമാണ്, പ്രഖ്യാപിച്ചതൊന്നും നടത്തിയിട്ടില്ല, എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും ഇങ്ങനെ പെൻഡിംഗ് ആയി കിടക്കുകയാണ്. അദ്ദേഹം പെൻഷൻ പോലും എന്ന് പറഞ്ഞില്ല, അത് ചിലപ്പോൾ നമ്മൾ കണക്കുകൾ നിരത്തി പറയുമെന്നുള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ ആ നിലയിൽ അല്ലെങ്കിൽ തന്നെ ശ്രീ എൽ ലാൽകുമാർ, ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഏതെങ്കിലുമൊക്കെ വിഭാഗത്തിൽ ചില തുകകൾ പെൻഡിംഗ് ഉണ്ട് എന്ന് കരുതി മറ്റൊന്നും നടത്താനേ പാടില്ല എന്ന് ശ്രദ്ധിക്കുന്നത് ശരിയാണോ? ഇവിടെ റജിയുടെ കുറേയൊക്കെ നിസ്സഹായത നമുക്ക് മനസ്സിലാവും. കാര്യം രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലം എത്തിയിട്ടും ഒരു റേ ഓഫ് ഹോപ്പ് കോൺഗ്രസ്സിന് കാണുന്നില്ല എന്നുള്ള ഒരു കഷ്ടം. കാര്യം കോൺഗ്രസ്സിനകത്തെ തമ്മിത്തല്ല് തീർന്നിട്ട് വേണമല്ലോ ബാക്കിയുള്ളത് നടക്കാൻ. പ്രതിപക്ഷം വളരെ ഇഫക്റ്റീവായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കൂ, കേരളത്തിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം യഥാർത്ഥത്തിൽ ഒരു ന്യൂയിസൻസ് വാല്യൂ അല്ലാതെ ഒരു അപ്രീഷിയബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കോൺഗ്രസ് ഇതുവരെ ചെയ്തിട്ടുണ്ടോ? കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒന്നാമത്തെ കാര്യം 2 പ്രാവശ്യം അടുപ്പിച്ച് ഭരിച്ച ഒരു പ്രശ്നമില്ല. അങ്ങനെ ഭരിക്കുന്ന ഘട്ടത്തിൽ പോലും ഈ കാലത്ത് നിങ്ങൾ നോക്കുന്നത് കോൺഗ്രസിനകത്തെ ചെറുപ്പക്കാരുൾപ്പെടെയുള്ള ആൾക്കാർ നിങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നതും വി.ഡി. സതീശൻ ഓടി നടന്ന് മാധ്യമങ്ങൾക്ക് പ്രതികരിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് ഇപ്പം മാധ്യമങ്ങളെ കാണുമ്പം അത്ര താല്പര്യമില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്, അല്ലേ? ഇവിടെ വന്ന ഓരോ വിഷയം ഞാനൊന്ന് ഒരു ഇൻട്രോ തന്നേ ഉള്ളൂ അതിനകത്ത് വിഷയത്തിനെ കുറിച്ച്. ഇവിടെ 1-2 വിഷയങ്ങൾ ഞാൻ എടുത്തു പറയാം. ഈ ചോദിച്ച ചോദ്യങ്ങൾക്കായിട്ട് തന്നെ മറുപടി പറയാം. കടവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. കേരളത്തിലെ പൊതുകടവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. നോക്കൂ, കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള വിഹിതവുമായി ബന്ധപ്പെട്ട് ആ വിഹിതം കിട്ടണമല്ലോ. ഇവിടെ 19 MP-മാർ ഈ പറയുന്ന UDF-മായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ഒരാളെങ്കിലും ഇത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നെ കേൾക്കുന്ന, ഇപ്പം റജി പറയണമെന്നില്ല, എന്നെ കേൾക്കുന്ന ജനങ്ങൾ ആലോചിച്ചാൽ മതി, ഇവരെന്തേലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാവ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് സംസ്ഥാനത്ത് കിട്ടാനുള്ളത് കൊടുക്കണം എന്ന് ഞാൻ കേട്ടിട്ടില്ല. അത് കാര്യം എന്നറിയോ? വളരെ സിമ്പിൾ ലോജിക്കാണ്. ഒരു കാരണവശാലും കേരളത്തിന് കിട്ടാനുള്ള പണം കേന്ദ്രം കൊടുക്കാൻ പാടില്ല. കൊടുത്താൽ ഇവിടെ ഭരണം ഇച്ചിരൂടെ മെച്ചപ്പെടും. നോക്കൂ, ഒരാളുടെ സാമ്പത്തികമായി ഉന്നമനത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനവും സാമ്പത്തികമായി മോശമായി നിൽക്കുന്ന ഒരു അവസരം ഇതുണ്ടെങ്കിൽ അതിനകത്ത് വ്യത്യാസം ഉണ്ടാവും, പെർഫോമൻസ് വ്യത്യാസം ഉണ്ടാവും. മറ്റുള്ള സംസ്ഥാനങ്ങളുമായിട്ട് നോക്കുമ്പോൾ അപ്പോഴും നോക്കൂ, പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി രാജ്യം ഭരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന അവരെ പുറത്താക്കണം എന്ന് പറഞ്ഞ് കോൺഗ്രസും CPM ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരുമിച്ച് കൈകോർത്ത് മറ്റ് സംസ്ഥാനങ്ങളിലും ഈ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ആ സർക്കാർ നമ്മളോട് കാണിക്കുന്ന അനീതി അത് നടക്കട്ടെ, തുടരട്ടെ എന്ന് പറയുന്ന ഒരു ഇന്ത്യ അലയൻസിലുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഇതാണ് ഇതിനകത്തെ സാഡസ്റ്റ് തിങ്, അല്ലേ? ഇപ്പോൾ അടുത്തത് പ്രതിപക്ഷത്തിൻ്റെ റോളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവരൊരു ചെറു വിരൽ പോലും സംസ്ഥാനത്തിന് കിട്ടാത്ത പണവുമായി ബന്ധപ്പെട്ട് അനക്കിയിട്ടില്ലാത്തതിന് കാരണം ഇത് അനക്കി കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം, സംസ്ഥാനത്തെ ഭരണം ഇച്ചിരൂടെ മെച്ചപ്പെടും. സാമ്പത്തികമായിട്ടുള്ള ഈ പറയുന്ന ഇപ്പം പെൻഷൻ കൊടുക്കുന്നവരൽപ്പം ഡിലേ ഉണ്ടല്ലോ, അതൊക്കെ കുറയും. ആ ഡിലേ കുറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇച്ചിരൂടെ സാറ്റിസ്ഫൈഡ് ആവും. ആൾക്കാർ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ പിണറായി വിജയന് വീണ്ടും കോൺഫിഡൻസ് ഉണ്ടാവും. അത് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ സാധ്യതകൾ ഇല്ലാതാക്കുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസ് ചെയ്യുന്ന പണി ഈ പറയുന്ന നമുക്ക് കിട്ടേണ്ട വീതം കിട്ടാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. നോക്കൂ, 2000 ആക്കുന്നത് ഈ പറയുന്ന UDF-ന് അല്ലെങ്കിൽ ഈ പറയുന്ന CPM-ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് കൂട്ടണമല്ലോ. നമ്മുടെ സമ്പത്ത് വ്യവസ്ഥ അനുസരിച്ചല്ലേ കൂട്ടുന്നത്. നമ്മളിപ്പം ഇല്ലാത്ത പൈസ എടുത്ത് സംസ്ഥാനത്തിനെ മൊത്തം ബാധ്യതയിലാക്കിയല്ല ഒരു സംസ്ഥാനവും പ്രവർത്തിക്കുന്നത്. അത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമായിട്ടാണോ? അത് പോട്ടെ, തിരിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും കൂടെ ചേർന്നൊക്കെ ഉള്ളൊരു വീഡിയോ, അല്ലെങ്കിൽ PC വിശ്വനാഥ് ഉൾപ്പെടെയുള്ള ആൾക്കാരൊരു വീഡിയോ കൊണ്ടുവന്നു. അതിനകത്ത് പറയുന്നത് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് മൊത്തം ഇവരുടെ വകയാണ്. പോട്ടെ, ഇവർ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇത് നടപ്പാക്കിയിട്ടുണ്ടോ ഇതുപോലെ വൃത്തിയായിട്ട്? ഈ പറയുന്ന ഈ കോൺഗ്രസ് ഭരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇത്രയും സോഷ്യൽ ഇൻഡെക്സിനകത്ത് മെച്ചപ്പെട്ട് നിൽക്കുന്ന വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനം ഉണ്ടോ? ഇല്ല. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ കോൺഗ്രസ് ആണ് ഇതെല്ലാം ചെയ്തു പറഞ്ഞാൽ ഈ കോൺഗ്രസ് ഇവിടെ ചെയ്തതെല്ലാം കൂടെ അപ്പുറത്തൂടെ അങ്ങ് ചെയ്താൽ പോരായിരുന്നോ? മറ്റേ ഈ പറഞ്ഞ മധ്യപ്രദേശ് ഇവർ എത്ര വർഷം ഭരിച്ചു, ഗുജറാത്ത് എത്ര വർഷം ഭരിച്ചു, ഈ പറഞ്ഞ സംസ്ഥാനം UP എത്ര വർഷം ഇവർ ഭരിച്ചു? അവിടെ ഒന്നും ഇതന്നെ പോവാഞ്ഞത്. ഈ പറഞ്ഞ പ്രോപ്പർലി ലാൻഡ് റിഫോംസ് പോലും നടത്തിയിട്ടില്ലല്ലോ. ഇതൊക്കെ നമുക്കറിയാം. നമ്മൾ ഇവിടെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഉടനെ പെട്ടെന്ന് വലിയ ബുദ്ധിമുട്ട്. നോക്കൂ,
ഒരു കാര്യം നടന്നാൽ അതിനകത്ത് ഏറ്റവും നെഗറ്റീവ് മാത്രം തപ്പിയെടുത്തുകൊണ്ട് നമ്മുടെയൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അത് വന്നുകൊണ്ടിരിക്കും. ജനങ്ങൾ ഈ പണം മേടിക്കുന്ന, ഈ പൈസ മേടിച്ച് സർവീസ് നേരിടുന്ന ജനങ്ങൾക്കറിയാവുന്നേ ആരോഗ്യരംഗം മൊത്തം നശിച്ചു കിടക്കുക. പക്ഷേ ഈ പറയുന്ന ആരോഗ്യരംഗത്തേക്ക്, ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് ഈ പറയുന്ന 10 വർഷം മുമ്പ് പോയവനും 5 വർഷം മുമ്പ് പോയവനും ഇപ്പോൾ പോകുന്നവനും എത്ര വ്യത്യാസമാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ പഞ്ചായത്തിലേക്ക് വേണമെങ്കിൽ വിളിക്കാം. ഞാൻ കവിയൂർ പഞ്ചായത്തിലൊരു പ്രൈമറി ഹെൽത്ത് കെയർ സെൻ്റർ ഉണ്ട്. അതിന് ഞാൻ കോവിഡ് കാലത്ത് പോയി ഇഞ്ചക്ഷൻ എടുത്ത ഒരാളാണ്. അത് കഴിഞ്ഞ് ഇപ്പം ചെന്ന് കഴിയുമ്പോൾ അത് അതുപോലെ മാറ്റമോ? അത്ര ഇൻവെസ്റ്റ്മെന്റ് അതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന മോശമായ സാഹചര്യത്തിൽ കൂടെ, സാമ്പത്തികമെന്ന് നിങ്ങൾ പറയുന്ന സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ തന്നെ. അടുത്തത് ഇവിടെ നോക്കൂ, ഇത് ഓപ്പോസിഷൻ്റെ റോളിനെ കുറിച്ച് പറഞ്ഞു. ഇന്നലെയൊക്കെ പ്രതിപക്ഷ നേതാവ്, നിയമസഭയിലാണല്ലോ ഓപ്പോസിഷൻ്റെ മെയിൻ റോളെന്ന് നമ്മൾ കണക്കാക്കുന്നത്, പ്രതിപക്ഷ നേതാവ് വലിയ ശക്തമായ ഒരു പ്രസംഗമൊക്കെ നടത്തി. ഈ പറയുന്ന സംഘപരിവാർ ആശയത്തിനെതിരെ പിണറായി നിൽക്കുന്നില്ല, ഈ പറയുന്ന പ്രിൻറ്റു മഹാദേവ് എന്ന് പറയുന്ന ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നില്ല. രാജീവ് അതിൻ്റെ ഒരു മറുപടി കൊടുത്തായിരുന്നു. അതിന് മുണ്ടാട്ടമില്ല പ്രതിപക്ഷ നേതാവിന്. എന്തുവാ, രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ആരും പറയാൻ ഇവിടെ ആരും അനുകൂലിച്ചില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ വാർത്താ സമ്മേളനം നടത്തുമെന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നിരിക്കുക. നാണം ഉണ്ടോ ഇവർക്ക് ഇത് പറയാൻ? നാണം ഏതാ? ആദ്യത്തെ ദിവസം റേസ് ചെയ്യാൻ പോട്ടെ, ഒരു ജാഥ നടത്തിയോ? രാജീവ് ഈ നിയമസഭയിൽ ഈ ചോദ്യം ചോദിച്ചപ്പോഴത്തേന് ഇത് പെട്ടെന്ന് അവർക്ക് മനസ്സിലായി അതിനകത്ത് കുഴപ്പം. ഉടനെ പ്രിൻറ്റു മഹാദേവന്റെ വീട്ടിലോട്ട് ഓടുക. പിന്നെ അതാണ്ട് പോലീസ് ലാത്തി ചാർജ്, പിന്നെ പോലീസിന് നാണമുണ്ടോ, പോലീസ് സംഘപരിവാറിന്റെ കയ്യിലാണ്, ഇതൊക്കെ പറഞ്ഞാൽ മതി. നിങ്ങൾ എവിടെ പോയിരിക്കുകയായിരുന്നു? നിങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ റോള് അതാ പറഞ്ഞ. നിങ്ങൾ വിചാരിച്ചാൽ, ഞാൻ ഒന്നും തോന്നരുത്, നിങ്ങൾ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. ഇതിങ്ങനെ പറയാനേ എനിക്കറിയൂ. നിങ്ങൾ ഈ സംസ്ഥാനത്ത് വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ സ്ട്രെച്ച് അവസാനിപ്പിക്കാം. റെജി പറഞ്ഞൊരു കാര്യം നോക്കൂ, ഒരു ദുരന്തം സംഭവിച്ചപ്പം അതിനെ നല്ല വൃത്തിയായി കൈകാര്യം ചെയ്തുകൊണ്ടാണ് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ആ ക്രെഡിറ്റ് തന്നില്ല. ഞാൻ ഇപ്പം പറയുന്നത് എന്താണെന്നറിയോ, അതവിടെ നിൽക്കട്ടെ, ഒരിക്കലും ഒരു ദുരന്തം ഒരു സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷെ ഇപ്പം കേരളം നേരിടുന്ന ദുരന്തം കോൺഗ്രസും UDF ആണ്. അതിനെ എങ്ങനെയാണ് CPM നേരിടുന്നത് എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എങ്ങനെ നേരിടുന്നത് മാത്രം ആലോചിച്ചാൽ മതി. ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം കോൺഗ്രസ് ആണ്. കാര്യം, നിങ്ങൾക്ക് സംസ്ഥാനം ഭരിക്കുക എന്ന് പറയുന്നത് പോലും അല്ല, ഇവർക്ക് അധികാരത്തിലെത്തുക, എങ്ങനെയും അധികാരത്തിലെത്താനുള്ള മാർഗങ്ങൾ നോക്കുക. കോൺഗ്രസിനെതിരെ വന്നിരിക്കുന്ന, യൂത്ത് കോൺഗ്രസിനെതിരെ വന്നിരിക്കുന്ന അഴിമതിയുടെ എണ്ണം എത്രയാണ് അസിത? അധികാരത്തിലില്ലാഞ്ഞിട്ട് തട്ടിപ്പും വെട്ടിപ്പിന്റെയും കണക്ക് ഇതാണ് അല്ലേ? അധികാരത്തിൽ ഇവർ ഇരിക്കാഞ്ഞിട്ട തട്ടിപ്പും വെട്ടിപ്പിന്റെയും കണക്ക് അവർ തന്നെയാണ് ചർച്ച ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നത്. അവരെയാണ് ഈ അധികാരം ഏൽപ്പിക്കാൻ പോകുന്നത് അല്ലേ? ഇവരാണില്ലേ സംഘപരിവാറിനെതിരെ ഈ സംസ്ഥാനത്തിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് ജയിച്ചുകൊണ്ട് വരേണ്ടത്? ഒന്നും നടക്കത്തില്ല. ഇവർ വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല എന്നുള്ള പറയുന്നതിന് എനിക്ക് ഒരു മടിയില്ല.